Hello everyone, welcome to another video. എല്ലായ്പ്പോഴും നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പാണ് പോവാറ്. അതായത് രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. പക്ഷേ ഈ ആഴ്ച നമുക്ക് ആനുവൽ ഹോളിഡേ കിട്ടിയതുകൊണ്ട് 10 ദിവസം ഓഫ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് 2 നൈറ്റ് സ്റ്റേ ചെയ്യുന്ന രീതിയിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യുന്നത് അയർലൻഡിൻ്റെ ഒരറ്റത്തുള്ള 2 കൗണ്ടികളായ കെറിയും കോർക്കും കാണുക എന്നുള്ള പ്ലാനാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത റൂട്ട്. അപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം കെറിയിലെ ഒരു ഐലൻഡായ ഡിങ്കിളിലേക്ക് പോകും. അവിടെ കോർണർ പാസ് ഉണ്ട്, ഒരു മൗണ്ടൻ റോഡാണ്. അത് ഡ്രൈവ് ചെയ്ത് അവിടുന്ന് നമ്മൾ അങ്ങനെ വന്ന് ജിയോക്കൻ മൗണ്ടൻസ് ആൻഡ് ക്ലിപ്സിൽ പോകും. അവിടെ വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് മനസ്സിലായത്. പിന്നീട് അവിടെ നിന്ന് വന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഡേഴ്സി ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അവിടെ നമ്മൾ കാഹ പാസിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ബാൾട്ടിമോറിലൊരു ബീക്കൺ കാണാൻ പോകും. അതിനുശേഷം കോർക്ക് വഴി നമ്മൾ വാട്ടർഫോർഡ് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 3 ദിവസത്തെ ട്രിപ്പാണ്. മുഴുവൻ സ്ഥലങ്ങളും കാണാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇത് ആദ്യത്തെ ട്രയലാണ്. അപ്പോൾ നേരത്തെ കണ്ട മാപ്പ് പ്രകാരം ബെൽഫാസ്റ്റിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കോർണർ പാസിലേക്ക് 6 മണിക്കൂറും 20 മിനിറ്റും ആണ് ഡ്രൈവിംഗ് ടൈം പറയുന്നത്. നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ എല്ലായ്പ്പോഴും പോലെ തന്നെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ 11 മണിക്ക് ആണ് എത്തുക. പക്ഷേ 6 മണിക്കൂറും ഒറ്റ സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക് എടുക്കും, ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തണം. അപ്പോൾ എത്ര മണിക്കവിടെ എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ എല്ലായ്പ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അവർക്ക് ഹോളിഡേ സെറ്റാവാത്തത് കൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും റോഡൊക്കെ നല്ലതായതുകൊണ്ടും ഇന്ന് നല്ല വെതറായതുകൊണ്ടും നല്ല മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രാവൽ തുടങ്ങിയിട്ട് 4.5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ 9:30 സമയം. അപ്പോൾ ഞങ്ങളൊരു തൊട്ട് കുറച്ച് മുൻപ് സൂപ്പർ മാർക്കറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സാധനങ്ങളാണ് കിട്ടുക, സാലഡ് ബൗൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള റാപ്പൊക്കെ. അപ്പോൾ നമ്മളൊരു സാലഡ് ബൗളും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒരു റാപ്പും വാങ്ങിച്ചു. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്, പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഓപ്ഷനായിരുന്നു. ഇതുകൂടാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ കട്ടൻ ചായയൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുടിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്ത ശേഷം നമ്മൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. ലോങ് റൂട്ട് ആയതുകൊണ്ടും മോട്ടോർ വേ ആയതുകൊണ്ടും ക്രൂസ് കൺട്രോൾ ഇട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ ഹോളിഡേ കിട്ടിയത് നല്ല സമയത്താണ്. ഇന്ന് നല്ല വെയിലുണ്ട്. ഫെബ്രുവരിയാണ്, ഇപ്പോഴും വിൻ്റർ തീർന്നിട്ടില്ല. സാധാരണ വിൻ്ററിൽ വളരെ ഗ്ലൂമി ആയിരിക്കും, ഇരുട്ടായിരിക്കും, മഴ പെയ്യും. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. നല്ല വെയിലുള്ള സണ്ണി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ട്രിപ്പ് നല്ല മൂഡാണെന്ന്. നാട്ടിൽ നമ്മൾ ഓരോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ കൗണ്ടീസ് എന്ന് പറയാം. അപ്പോൾ അയർലൻഡിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള 2 കൗണ്ടികളാണ് കെറിയും കോർക്കും. അതിലേക്ക് പോകുന്ന വഴി നമ്മൾ ലൂത്ത്, മീത്ത്, ഒഫാലി, ടിപ്പററി, ലിമറിക് എന്നിങ്ങനെ 5 കൗണ്ടി കവർ ചെയ്തിട്ടാണ് പോവുക. ഈ കൗണ്ടികൾ മൊത്തം കണക്ട് ചെയ്തിരിക്കുന്നത് മോട്ടോർ വേയിലാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. പിന്നീട് നമ്മൾ കൺട്രി റോഡുകൾ കയറുമ്പോഴാണ് നല്ല വ്യൂസ് കിട്ടുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ മോട്ടോർ വേ ഒക്കെ കഴിഞ്ഞ് കൺട്രി റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ കെറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ടി കെറിയിലെത്തുകയും നമ്മൾ മോട്ടോർ വേയിൽ നിന്ന് താഴെ ഇറങ്ങി കൺട്രി റോഡുകളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് പ്രകൃതിയിലെ വ്യത്യാസം കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായ മൗണ്ടൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കോർണർ പാസിലേക്ക് ഇനി വളരെ കുറച്ച് മൈൽസ് മാത്രമേ ഉള്ളൂ.
അങ്ങനെ നീണ്ട 6 മണിക്കൂറിലെ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. ശരിക്കും 6 മണിക്കൂറല്ല, അതിൽ കൂടുതൽ എടുത്തു. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിരുന്നു. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 7 മണിക്കൂർ ഡ്രൈവിനും അത് വർത്തിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷനാണിത്. ചുറ്റും മലനിരകൾ നിറഞ്ഞ വളരെ വലിയ വാലിയൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റിലാണ്. ഇവിടെ ചെറിയൊരു വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. വാട്ടർഫോൾ തൊട്ട് മുകളിൽ ഒരു തടാകമുണ്ട്, അതിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഞങ്ങളപ്പോൾ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കപ്പിൾ ഇവിടെ വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമല്ല. അപ്പോൾ അവർ ഞങ്ങളോടൊരു ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തോളൂ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ സാലി എടുത്ത ഫോട്ടോ ആണ് ഇത്. പിന്നെ അവരുടെ വീഡിയോ എടുക്കുന്നത് പൊളൈറ്റ് ഇല്ലാത്തത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. പക്ഷേ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കാനഡയിൽ നിന്നാണെന്ന്. എന്നിട്ട് അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു ഇന്ത്യയിൽ എവിടെ? സൗത്ത് ഇന്ത്യ, കേരള നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്, കൊച്ചിയും ട്രിവാൻഡ്രം ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ അവർ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, പിന്നെ തമിഴ്നാട്, കർണാടകയൊക്കെ വിസിറ്റ് ചെയ്തു, പാകിസ്ഥാനിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സ്വീറ്റ് കപ്പിളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ സംസാരിച്ചിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അവർ പോയി. ഇതിനു മുൻപ് അയർലൻഡിലെ പല കൗണ്ടീസിലും പോയിട്ടുണ്ട്, മലകൾ കണ്ടിട്ടുണ്ട്, താഴ്വാരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളെല്ലായ്പ്പോഴും പരസ്പരം പറയുമായിരുന്നു നാട്ടിലെ മലയുടെ അത്രയും പൊക്കമുള്ള മലകൾ ഇവിടെ ഇല്ല, എല്ലാം കുഞ്ഞു മലകളാണെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കത് മനസ്സിലായി. സത്യം നാട്ടിലതിനേക്കാൾ വലിയ പൊക്കമുള്ള ഭയങ്കര ഭീമാകാരമായ മലകളാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. മുൻപത്തെ വീഡിയോസിൽ കണ്ട് അറിയാൻ പറ്റും, നമ്മൾ ഡൊണേഗൽ എന്നൊരു കൗണ്ടിയിൽ പോയിരുന്നു. അപ്പോൾ പൊതുവെ ആളുകൾ പറയുന്നത് ഡൊണേഗലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൗണ്ടി എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നിയത് കെറിയാണെന്നാണ്. വളരെ വലിയ മൗണ്ടൻസും വാലീസും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടൊരു കൗണ്ടിയാണ്. ഈ ഡ്രൈവ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇവിടെ മറ്റേ ഒരു പാസ് അല്ലെങ്കിൽ കോർണർ പാസ്, കാഹ പാസ്, അങ്ങനെ കുറേ പാസ്സുകളുണ്ട്. പാസ് എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചാണ്. അതായത് മലയുടെ അരിക് ചെത്തിയെടുത്ത് ഒരു കുഞ്ഞു റോഡ് ഉണ്ടാക്കി നമ്മളെ മല പാസ് ചെയ്ത് പോവുക, അതാണ് ഇവിടെ പാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നാരോ റോഡാണ്, നല്ല ട്രിക്കി ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ശരിക്കും എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സ്ഥലത്തും റോഡ് ഭയങ്കര നാരോ ആയതുകൊണ്ട് നമ്മളിടയ്ക്ക് നിർത്തി കൊടുക്കണം മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നിർത്തി കൊടുത്തു. പിന്നീട് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് സൈഡിൽ സ്ഥലമില്ല. പിന്നെ നമ്മൾ റിവേഴ്സൊക്കെ എടുത്ത് ഒരാളെ പറഞ്ഞു വിട്ട് അങ്ങനെയൊക്കെ ഇത് വളരെ എൻജോയ് ചെയ്തൊരു ഡ്രൈവായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പാസ്. അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാസ് കടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മലയുടെ അപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കോർണർ പാസിൻ്റെ ആ നാരോ റോഡെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ റോഡ് നല്ല വീതിയുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഒരു പവർഫുൾ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ മലയിറങ്ങി താഴ്വാരത്തിലെ വില്ലേജ് എത്തി. നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് 68 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മലയിറങ്ങി താഴ്വാരത്ത് വന്ന് നമ്മൾ അടുത്ത മലയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ വില്ലേജും കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലെത്തി.
ഈ ഏരിയയിലുള്ള എല്ലാ റോഡും എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അരികിലൂടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മെയിൻ റോഡെന്ന് പറയുന്നതും അറ്റ്ലാന്റിക്കിൻ്റെ അരികിലാണ്. ഇപ്പോൾ നമ്മുടെ വലതുവശത്ത് നമുക്ക് ആ സമുദ്രം കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കൺട്രി സൈഡ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങ് അകലെ കാണുന്ന ആ മലനിരകളാണ് നമ്മളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ, ഗ്യാപ്പ് ഓഫ് ഡൺലോ. വളരെ മനോഹരമായൊരു പ്ലേസ് ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും ഗ്യാപ്പ് ഓഫ് ഡൺലോയിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയിലേക്ക് നമ്മൾ എത്തി. കുറേ ആളുകളൊക്കെ അങ്ങോട്ട് നടക്കാൻ പോകുന്നവർക്ക് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നോക്കുക എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന്. 2 മലകളും അതിനിടയിലെ തടാകമൊക്കെ ആയിട്ട് വളരെ ഒരു പിക്ചർസ്ക്യൂ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല പളുങ്ക് പോലത്തെ ജലം, അതിൽ ആ മലയുടെ റിഫ്ലക്ഷൻ, ഒരു ടെറിഫൈങ് പ്ലേസസ് തന്നെയായിരുന്നു. എത്ര തന്നെ വീഡിയോസും ഫോട്ടോസും എടുത്താലും മതിവരാത്ത തരത്തിൽ ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ കുറേ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന റോഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കാണുക. ഒരു പാമ്പ് പോകുന്ന പോലെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന പാതയാണ്. കാണുമ്പോഴത്തേനും നമുക്ക് വല്ലാതൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. വളരെ നാരോ ആയ റോഡ്, ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവ് തന്നെയായിരുന്നു. തൊട്ട് മുൻപ് കണ്ട ആ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പലയിടത്തും വളരെ കുത്തനെയുള്ള കയറ്റമാണ്. നമ്മളതിൽ കയറി നിൽക്കുമ്പോൾ അപ്പുറം നമുക്ക് കാണാൻ പറ്റില്ല, അപ്പുറം നിന്ന് വണ്ടി വരുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള റോഡായിരുന്നു. കൂടാതെ ഒരുപാട് കൂർത്ത കല്ലുകളൊക്കെ സൈഡിൽ നിന്നിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട റോഡായിരുന്നു. നമ്മളുടെ 2 ഡെസ്റ്റിനേഷൻസ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഇപ്പോൾ 5:30 സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് ഒരു 4 ഡെസ്റ്റിനേഷനെങ്കിലും പോകാൻ പറ്റുമെന്നാണ്. പക്ഷേ അത് സാധിച്ചില്ല. കാരണം ആദ്യത്തെ രാവിലത്തെ 6 മണിക്കൂർ ഡ്രൈവ് തന്നെ കുറേ സമയം എടുത്തല്ലോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് 3ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ സമയമില്ല, അപ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് യാത്ര അവസാനിപ്പിച്ചിട്ട് സ്റ്റേയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ വളരെ നന്നായി സ്പെൻഡ് ചെയ്തൊരു ദിവസമായിരുന്നു. ഇപ്പോൾ സൺസെറ്റും വളരെ നന്നായിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.